ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ലേഡി നാട്ടിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തു. ആ പെൺകുട്ടി യുകെയിൽ ഒരു നഴ്സിംഗ് ഹോമിൽ കെയറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇവിടെ വർക്ക് ചെയ്ത സമയത്ത് ഒരു സേഫ് ഗാർഡിങ് ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ പെൺകുട്ടിക്കെതിരെ. അവൾക്കെതിരെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇവളെ ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിൽ വിളിപ്പിച്ച അത് വളരെയധികം ഈ പെൺകുട്ടിയെ ഭയപ്പെടുത്തി. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളികളോടും മറ്റു പരിചയത്തിലുള്ള മലയാളികളോടൊക്കെ ചോദിച്ചു, ഇതൊരു പ്രശ്നമാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ പെൺകുട്ടിയെ ഓൾറെഡി നഴ്സിംഗ് ഹോമുകാർ ടെർമിനേറ്റ് ചെയ്തിരുന്നു. ഈ ആളുകൾ പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടി ജോലിയും മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട് പിടിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത്. എന്തായാലും ഈ പെൺകുട്ടി വിളിച്ചത് വേറൊരു വിഷയം സംസാരിക്കാനാണ്. പക്ഷേ ഇതേപോലെയുള്ള സംഭവങ്ങൾ പലരും കാണിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വിളിച്ചിരുന്നു. അവിടുത്തെ ഫാമിലിയിലെ ഹസ്ബൻഡിനെതിരെ വേറൊരു പെൺകുട്ടി സെക്ഷൽ അസൾട്ട് ആരോപിച്ചുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്തു. ഈ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് പോലീസ് അയാളെ വിളിപ്പിച്ചിരിക്കുകയാണ്. അവരും ഫാമിലിയും വളരെയധികം ഭയപ്പെട്ട് നാട് വിട്ടു പോയാലോ എന്നുള്ള ആലോചനയിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ പലതും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിരവധി മലയാളികൾക്ക്, കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് പോലീസിൽ കേസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ മാത്രം ഭീകരമായിട്ടുള്ള ഇഷ്യൂസൊന്നുമല്ല. പോലീസ് ഈ കെയർ ഹോമിലൊക്കെയുള്ള സേഫ് ഗാർഡിങ് ഇഷ്യൂസ് വരുമ്പോൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ വിളിപ്പിക്കും, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, അവരന്വേഷണം നടത്തും. മിക്കവാറും ഇത് ബേസ്ലെസ് അലിഗേഷനൊക്കെ ആണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാനാണ് സാധ്യത. DBSൽ റിപ്പോർട്ട് ചെയ്താൽ പോലും DBSകാർ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം പല അലിഗേഷൻസും വ്യാജമായിട്ടുള്ള അലിഗേഷൻസാണ്. പിന്നെ ഇവിടുത്തെ പോലീസിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ യാതൊരു കാരണവശാലും ഉപദ്രവിക്കില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലീസിനോട് തുറന്നു പറയുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളി ഇൻ്റർപ്രിട്ടേഴ്സിന് അവൈലബിൾ ആണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, പല ആൾക്കാരും ഈ എല്ലാ വിഷയങ്ങളും, എന്ത് വിഷയം ഉണ്ടെങ്കിലും മലയാളി സോളിസിറ്റേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മലയാളി സോളിസിറ്റേഴ്സ് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ഈ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്രിമിനൽ ലോയേഴ്സായിട്ട് എൻ്റെ പരിചയത്തിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്, മലയാളി. ബാക്കി വിഷയങ്ങളിൽ ഇതേപോലെയുള്ള സെക്ഷൽ ഒഫൻഡേഴ്സ് കേസുകൾ ഒക്കെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാഫിക് ഒഫൻസ്, മെഡിക്കൽ നെഗ്ലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോളിസിറ്റേഴ്സ് ഫേമുകളുണ്ട്. നിങ്ങൾ ഓരോരോ ഈ വിഷയങ്ങൾ, ഇപ്പോൾ സെക്ഷൽ ഒഫൻഡേഴ്സിൻ്റെ സോളിസിറ്റേഴ്സിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്യുക. നിരവധി സോളിസിറ്റേഴ്സ് ഫേമുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അവർ വിളിച്ച് സംസാരിക്കുക, അവരുമായിട്ട് എമൗണ്ട്, അതായത് അവരെത്രയാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിയും. അത് പല ഫേമുകളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതും നല്ല സോളിസിറ്റർ ഫേമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതുമായിട്ടുള്ള സോളിസിറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുക. അത് കൂടുതലും ഇംഗ്ലീഷ് കാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരായിട്ടുള്ള സോളിസിറ്റേഴ്സ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ മലയാളി സോളിസിറ്റേഴ്സ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ചില
കേസുകൾ നിങ്ങൾക്ക് നോ ഫീസ് സോളിസിറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു കേസ് ഇപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ നിങ്ങളുടെ കേസ് ഈ നോ ഫീസ് സോളിസിറ്റേഴ്സ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് കേസ് അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ആ നഷ്ടപരിഹാരത്തിൽ നിന്ന് ഈ സോളിസിറ്റേഴ്സ് അവരുടെ ഫീസ് എടുത്തിട്ട് ബാക്കി തുക നിങ്ങൾക്ക് തരും. അങ്ങനെയുള്ള ഫെസിലിറ്റി വരെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആരും ഇത്തരം കേസുകൾ വരുമ്പോൾ ഭയപ്പെട്ട് നാട്ടിലേക്ക് ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. സമയമെടുത്ത് അന്വേഷിച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേട്ടിട്ടുന്ന എല്ലാവർക്കും നന്ദി.